മുക്കാലമത്തുൻ ഫായിത്ത, മിസ്ഡ് കോൾ, ഫോണിൽ വരുന്ന മിസ് കോൾ. ഇതൊരു മസ്രഹിയത്താണ്, ഒരു നാടകമാണ്. അൽ മഷ്ഹദുൽ അവൽ, നാടകത്തിലെ ഒന്നാമത്തെ സീനിന് കർട്ടൺ ഉയർന്നപ്പോൾ നമ്മൾ കാണുന്നത് നെറാഫി സാവിയത്തിൻ, നമ്മൾ ഒരു മൂലയിൽ കാണുന്നുണ്ട്. സാവിയ മീൻസ് ഒരു കോർണർ, മൂല. ഫതാത്തൻ ജമീലത്തൻ, സുന്ദരിയായ ഒരു പെൺകുട്ടി. ഫി സാദിസത്ത അഷറമിൻ ഉംരിഹ, 16 വയസ്സുള്ള. തജിലിസു അലാ മഖാദിൻ ഫി മഹത്വത്തിൽ കിതാരി, റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബെഞ്ചിലിരിക്കുന്നു. മൂത്തുരിക്കത്തൻ റഅസഹ, തല കുമ്പിട്ടുകൊണ്ട്, തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയദ്ഖുലു ഷുർത്തിയുൻ, അപ്പോഴൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അഷുർത്തിയു, മൻ അൻതി യബ്നതി, നീ ആരാണ് മോളെ? അൽ ഫതാത്തു തർഫഉ റഅസഹ, ചോദ്യം കേട്ടപ്പോൾ പെൺകുട്ടി തല ഉയർത്തി നോക്കി. തഇന്നു ബിസുംതിൻ വതതനഹുദിൻ, അവൾ പതുക്കെ കരയുകയാണ്. തഇന്നു, കരയുന്നു. അഷുർത്തിയു, പോലീസുകാരൻ. ലിമ തബ്കീന, നീ എന്തിനാണ് കരയുന്നത്? അയിന ബൈത്തുക്കി, നിന്റെ വീട് എവിടെയാണ്? വമമ്മ അക്കി, നിന്റെ കൂടെ ആരാണുള്ളത്? അൽ ഫതാത്തു ബാക്കിയത്തൻ, പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു. വഹീദത്തുൻ, ഒറ്റക്കാണ്. അന വഹീദത്തുൻ, ഞാൻ ഒറ്റക്കാണ്. ലൈസ മഅി അഹദുൻ, എൻ്റെ കൂടെ ഒരാളുമില്ല. അഷുർത്തി യത്തസ്ലു ബി മക്തബിൽ മുറാഖബത്തി അബ്റൽ ജവാൽ, അപ്പോൾ പോലീസുകാരൻ മൊബൈൽ ഫോണിലൂടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുന്നു. അൽ മക്തബുൽ മുറാഖബ മീൻസ് കൺട്രോൾ റൂം, പോലീസ് സ്റ്റേഷൻ. വഹുവ യുസിറു കലാമഹു, അദ്ദേഹം തൻ്റെ സംസാരം പതുക്കെയാണ് സംസാരിക്കുന്നത്. പതുക്കെ സംസാരിച്ചു കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടിട്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, കൈഫ വസൽതി ഹാഹുന, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? വലിമ തജ്ലിസീന ഹുന, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അൽ ഫതാത്തു, ലാ ആരിഫു, എനിക്കറിയില്ല. ഐനാറൂഹു, ഞാൻ എവിടെ പോകും? അന വഹീദ, ഞാൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുന്നു. അഷൂർത്തിയു, ഹൽ തനാവൽത്തിൽ ആശ, നീ ഡിന്നർ കഴിച്ചോ? അപ്പോൾ ഈ രംഗം നടക്കുന്നത് രാത്രിയാണല്ലേ. ഡിന്നർ കഴിച്ചോ എന്ന് ചോദിച്ചു. അൽ ഫതാത്തു തുത്രിഖു റഅസഹ, അപ്പോഴും പെൺകുട്ടി തല താഴ്ത്തിയിരുന്നു. എന്ന് വെച്ചാൽ ഡിന്നർ കഴിച്ചിട്ടില്ല. അഷുർത്തിയു, ലാ, ഇല്ലേ. ഫഹയ്യാബിന, എന്നാൽ വരൂ. നതനാവലുൽ അഷ, നമുക്ക് ഡിന്നർ കഴിക്കാം. യദ്ഹബു ഷുർത്തിയു ബിഹ ഇലാ മത്അമിൻ, പോലീസുകാരൻ അവളെയും കൊണ്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. വയത്തനാവലാനി അൽ വജബത്ത്, അവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ തസ്ലു ഷുർത്തിയത്തുൻ, ഒരു പോലീസുകാരി അങ്ങോട്ടേക്ക് വരുന്നു. തസ്ലു, എത്തുന്നു. ഷുർത്തിയത്തുൻ, ഒരു പോലീസുകാരി, ഒരു വനിതാ പോലീസ്. വതജ്ലിസു മഅൽ ഫതാത്തി, എന്നിട്ട് ആ പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നു. അൽ ഫതാത്ത്, ലൻ അറൂഹ ഇലാ മൻസിലി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയില്ല. ലാ അസ്തതിഉ, എനിക്ക് കഴിയില്ല. വലൻ അസ്തതിഉ, എനിക്ക് ഒരിക്കലും കഴിയില്ല. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. തബ്കി, എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കരയുന്നു. അഷുർത്തി, അപ്പോൾ പോലീസുകാരി ചോദിക്കുകയാണ്, മാദാ ഹദസ, എന്താ പറ്റി? തകല്ലമി, പറയൂ. നെഹ്നു നുസായിദുക, ഞങ്ങൾ നിന്നെ സഹായിക്കാം. തതനഹദു, അവളൊന്ന് നെടുവീർപ്പിടുന്നു. വയൽഹറു ഫി വജ്ഹിഹ ആസാറുൽ ബശാശത്തി വറാഹത്തി, അവളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെയും ഒരു പ്രസന്നതയുടെയും സമാധാനത്തിൻ്റെയും ഒരു സമാധാനവും ഉണ്ടാകുന്നു. അവളുടെ മുഖത്ത് അടയാളം കാണുന്നു. ഇവർ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അൽ ഫതാത്ത്, അപ്പോൾ പെൺകുട്ടി പറയുകയാണ്, വസിഖ്തു ബിഹി, ഞാൻ അവനെ വിശ്വസിച്ചു പോയി. വസിഖ മീൻസ് വിശ്വസിച്ചു. വസിഖ്തു ബിഹി, ഞാൻ അവനെ വിശ്വസിച്ചു. ഫഹാനനി, പക്ഷെ അവൻ എന്നെ വഞ്ചിച്ചു. മാ ലനൻതുഹു കദാലിക, അവൻ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മാ കുൻതു തവഖഅതു മിൻഹു ഹാദ, അവനിൽ നിന്നും ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. തവഖഅ, പ്രതീക്ഷിച്ചു. ലാക്കിൻ, പക്ഷേ ഖദഅനി, അവൻ എന്നെ വഞ്ചിച്ചു. ദാലിക്കൽ ഖവാൻ, ആ വഞ്ചകൻ. ആരെപ്പറ്റിയോ പറയുകയാണ്. അഷുർത്തിയ, അപ്പോൾ പോലീസുകാരി. അമ്മൻ തതകല്ലമീൻ, നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? ലാ അഫ്ഹമു ഷൈഅൻ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അൽ ഫതാത്ത് അപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുകയാണ്. മുൻപ് സിത്തത്തി അഷ്ഹുറിൻ, 6 മാസമായി. തഅറഫ്തു അലൈഹി, ഞാനവനെ പരിചയപ്പെട്ടിട്ട്. തഅറഫ, പരിചയപ്പെട്ടു. അബ്റൽ ജവാൽ, മൊബൈൽ ഫോണിലൂടെയാണ് പരിചയപ്പെട്ടത്. അങ്ങനെ തഖറബ്തു മിൻഹു, ഞാൻ അവനോട് അടുത്തു. തഖറബ, അടുത്തു. വാ അസഫ, എന്തൊരു കഷ്ടം. വഖഅതു ഫീ ശറകിഹി ഫീ തിൽക്കൽ ലഹ്ലത്തിൽ മൽഊനത്തി, ആ ശപിക്കപ്പെട്ട നിമിഷത്തിൽ ഞാൻ അവൻ്റെ വലയിൽ വീണുപോയി. വഖഅതു, ഞാൻ പെട്ടുപോയി, ഞാൻ വീണുപോയി. ഫീ ശറകിഹി, അവൻ്റെ വലയിൽ. ഫീ തിൽക്കൽ ലഹ്ലത്തിൽ മൽഊനത്തി, മൽഊന മീൻസ് ശപിക്കപ്പെട്ട ആ നിമിഷത്തിൽ ഞാൻ വീണുപോയി. ഖദഅത്നി, അവൻ എന്നെ ചതിച്ചു. ഖദഅത്നി തിൽക്കൽ മുകാലമത്തുൽ ഫായിത, ആ മിസ്ഡ് കോളാണ് എന്നെ ചതിച്ചത്. ഖദഅത്നി, എന്നെ ചതിച്ചു. തിൽക്കൽ മുകാലമത്തുൽ ഫായിക, ആ മിസ്ഡ് കോൾ. വബഅദഹ, അതിനുശേഷം ഇത്തസലബി ഇദ്ദത മറാത്തിൻ, അവൻ ഒരുപാട് തവണ എന്നെ വിളിച്ചു. ഇത്തസലബി, എന്നെ ബന്ധപ്പെട്ടു, കോണ്ടാക്ട് ചെയ്തു, വിളിച്ചു. ഇദ്ദത മറാത്തിൻ, ധാരാളം തവണ.
അഗറാനി അവനെന്നെ മയക്കിക്കളഞ്ഞു, ബി കലാമിഹിൽ ഹുൽവി അവന്റെ മധുരമുള്ള സംസാരത്താൽ അവൻ എന്നെ മയക്കിക്കളഞ്ഞു. വലനൻതു അന്നഹു സാദിഖും ഫി ഹുബ്ബിഹി അവൻ തന്റെ സ്നേഹത്തിൽ സത്യസന്ധതയുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അശുർത്തിയ മാദാ ഹദസ ബഅദഹു അതിനുശേഷം എന്ത് സംഭവിച്ചു? അൽ ഫതാത്ത് പെൺകുട്ടി പറയുകയാണ്, തഖറബ മിന്നി അവനെ എന്നോട് അടുത്തു, ഹത്താ ഐഖൻതു ഞാൻ വിശ്വസിക്കുന്നത് വരെ, അന്നഹു ലാ ഹയാത ലീ ബിസിവാഹു അവനില്ലാതെ എനിക്കൊരു ജീവിതവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്രയും അവൻ എന്നോട് അടുത്തു. ഫഖറജ്തു മിൻ മൻസിലി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. നസീതു കുല്ല മിൻ അബി വ ഉമ്മി ഞാൻ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും എല്ലാവരെയും മറന്നു. ഖദഅനി ഖൗലുഹു അവൻ്റെ വാക്ക് എന്നെ വഞ്ചിച്ചു കളഞ്ഞു. തആലയ്യ ഹബീബത്തി പ്രിയപ്പെട്ടവളെ വരൂ എന്നുള്ള അവൻ്റെ വാക്ക് എന്നെ വഞ്ചിച്ചു കളഞ്ഞു. ആ വാക്കിൽ ഞാൻ വീണുപോയി. അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. വാസഫ എന്തൊരു കഷ്ടം. ലമ്മ വസൽതുഹുന ഞാൻ ഇവിടെ എത്തിയപ്പോൾ അദ്റക്തു അന്നഹു ഖാദിഉൻ അവൻ വഞ്ചിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അദ്റക്തു ഞാൻ മനസ്സിലാക്കി, അന്നഹു ഖാദിഉൻ അവൻ വഞ്ചകനാണെന്ന്. അശുർത്തിയ പോലീസുകാരി, ഹയ്യബ്നതി നറുഹ് ഇലാ മർകസി ശുർത്ത വരൂ മോളെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ തറൂഹുൽ ഫതാത്തു മഅ ശുർത്തിയത്തി ഇലാ വറാഇ സിതാർ പെൺകുട്ടി പോലീസുകാരിയോടൊപ്പം കർട്ടന് പിന്നിലേക്ക് പോകുന്നു. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അൽ മഷദു ഥാനി രണ്ടാമത്തെ രംഗം. തജ്ലിസുൽ ഫതാത്തു അമാമൽ മുസ്തശാർ പെൺകുട്ടി ഒരു കൗൺസിലറുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അതായത് അവർ പോലീസ് സ്റ്റേഷനിലെത്തി. എന്നിട്ട് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് ഏർപ്പാടാക്കി. ഒരു കൗൺസിലർ വന്നു പെൺകുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുകയാണ്. അൽ മുസ്തശാർ കൗൺസിലർ ചോദിക്കുന്നു, അഹ്ലൻ യബ്നതി ഇസ്തരിഹി വിശ്രമിക്കൂ, ഇരിക്കൂ. ഐന അബുക്കി നിന്റെ ഉപ്പ എവിടെയാണുള്ളത്? ഹുവ ഫിൽ ഖലീജ് അദ്ദേഹം ഗൾഫിലാണ്. ഹുവ റജുലു അമാലിൻ ഫി ഷാരിക്ക ഷാരിക്കയിൽ അദ്ദേഹം ബിസിനസ് മാൻ ആണ്. റജുലു അമാൽ മീൻസ് ബിസിനസ് മാൻ. ഷാരിക്ക ഷാർജ എന്ന് പറയുന്നില്ലേ, UAE ഷാർജ, ഷാർജയുടെ യഥാർത്ഥ പേര് ഷാരിക്ക എന്നാണ്. മതക്കാലത്ത് നത്തീജത്ത് ഇംതിഹാനിക്ക നിന്റെ പരീക്ഷയുടെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മുംതാസ എക്സലന്റ് ആയിരുന്നു. വലാക്കിൻ പക്ഷേ, ഹവിനിയലേക്ക് പേടിക്കേണ്ട, സമാധാനിക്കൂ, കുഴപ്പമില്ല. ലാ ബഅസ അലൈക്ക് നിന്റെ മേൽ ഒരു തെറ്റുമില്ല. മദഹദസ പറഞ്ഞോളൂ, എന്താണ് സംഭവിച്ചത്? മദഹദസ എന്ത് സംഭവിച്ചു? ബദഅത്തിൽ ഫതാത്തു തബ്കി വീണ്ടും പെൺകുട്ടി കരയാൻ തുടങ്ങി. തംസഹു ദുമുഅഹ അവൾ അവളുടെ കണ്ണുനീരുകൾ തുടച്ചു. വാ തതകല്ലമു എന്നിട്ട് പറയുന്നു, അങ്ങനെ പറയാൻ തുടങ്ങി. അൽ മുസ്തശാർ യബ്നതി മോളെ, ഹയാത്തുന നഫീസത്തുൻ നമ്മുടെ ജീവിതം വിലപിടിച്ചതാണ്. സആദതുഹ വ ശഖാവതുഹ അലാ ഐദീന അതിന്റെ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മുടെ കയ്യിലാണ്. ഫലാ സആദത ലനാ ഇല്ലാ ബിറിളൽ വാലിദൈനി മാതാപിതാക്കളുടെ തൃപ്തിയിലല്ലാതെ നമുക്കൊരു സന്തോഷവുമില്ല. ഫലാ സആദത ലനാ നമുക്കൊരു സന്തോഷവുമില്ല ഇല്ലാ ബിറിളൽ വാലിദൈനി മാതാപിതാക്കളുടെ റിളയിലല്ലാതെ, തൃപ്തിയിലല്ലാതെ. അൽ ഫതാത്ത് കൈഫ അന ഉവാജിഹു വാലിദയ്യ ഞാൻ എങ്ങനെ ഇനി എൻ്റെ മാതാപിതാക്കളെ അഭിമുഖീകരിക്കും? മുത്തനഹിദ അവളിങ്ങനെ നെടുവീർപ്പിട്ട് ശ്വാസം എടുത്തുകൊണ്ട് പറയുകയാണ്. വഖദ് ജലബ്തുൽ ഖിസി ഇലൈഹിമ അവർക്ക് ഞാൻ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപമാനമാണ് അവർക്ക് ഞാൻ വരുത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ഇനി അങ്ങനെ അവരെ അഭിമുഖീകരിക്കും. അൽ മുസ്തശാർ ലാ ബഅസ ബിഹി അതിനൊന്നും സാരമില്ല. ബൽ അഹ്ലുക്കി അതൊന്നും കുഴപ്പമില്ല. ബൽ മാത്രമല്ല, അഹ്ലുക്കി യഫ്രഹൂന നിന്റെ കുടുംബം സന്തോഷിക്കുകയാണ് ചെയ്യുക. ബിർജുഇക്കി നിന്റെ മടക്കത്തിൽ, നീ മടങ്ങി വന്നതിൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുക. അൻത സഈദത്തുൻ ഹഖൻ സത്യത്തിൽ നീ സന്തോഷിക്കേണ്ടവളാണ്, നീ ദുഃഖിക്കേണ്ട. അൽ ഫതാത്ത് ഇദൻ മാദാ അഫ്അൽ യാ സയ്യിദത്തി ഞാൻ എന്ത് ചെയ്യണം മാഡം? ലാ അദ്രി എനിക്കറിയില്ല. ലാ അദ്രി ഷൈഅൻ എനിക്കൊന്നും അറിയില്ല. അൽ മുസ്തശാറ മുസല്ലിയത്തൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ലാ തബ്കി കരയല്ലേ, നഹ്നു മഅകി ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് യബ്നതി മോളെ. അൽ ഹയാത്തു കുല്ലുഹ ബലായ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളാണ്. നതജന്നബു അലാഖാത്തിൻ ഗൈറ ശർഇയ്യത്തിൻ ശർഇയ്യല്ലാത്ത എല്ലാ ബന്ധങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കണം. നതജന്നബു നമ്മൾ അകറ്റി നിർത്തണം, അലാഖാത്തിൻ ബന്ധങ്ങളെ, ഗൈറ ശർഇയ്യത്തിൻ ശർഇയ്യല്ലാത്ത ലീഗലല്ലാത്ത നിയമപരമല്ലാത്ത എല്ലാ ബന്ധങ്ങളെയും നമ്മൾ അകറ്റി നിർത്തണം. വകൈഫ നൻസ ഉമ്മനൽ ഹനൂന നമ്മുടെ വാത്സല്യനിധിയായ ഉമ്മയെ നമ്മൾ എങ്ങനെ മറക്കും? വാലിദൻ അൽ അസീസ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ നമ്മൾ എങ്ങനെ മറക്കും? അൽ ഫതാത്ത് സഹീഹ് ശരിയാണ്. അൽ ഹീന അദ്റക്തു അഖ്താഇ ഇപ്പോൾ എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലായി. തവൻ വേഗം അരിനി ഉമ്മി അൽ അസീസ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് ഉടനെ എൻ്റെ ഉമ്മയെ കാണണം.
അൽ മുസ്തഷാറ സൊബ്രൻ സൊബ്രൻ ബി പേഷ്യൻ യബ്നത്തി മോളെ ക്ഷമിക്കൂ. മുസല്ലിയത്തൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർ പറയുകയാണ് ഇത്തസൽനാ ബി അഹ്ലിക്ക് നിന്റെ കുടുംബത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. സയസ്ലൂന ഫൗറൻ അവരുടനെ ഇങ്ങെത്തും. അപ്പോൾ തദ്ഖുലുൽ വാലിദത്തു അവളുടെ ആ പെൺകുട്ടിയുടെ വാലിദത്തു ഉമ്മ പ്രവേശിക്കുന്നു. ഖാലുൽ ഫതാത്തി മഅഹ ഉമ്മയുടെ ഇവളുടെ അമ്മാവനും അതായത് ഉമ്മയും ഉമ്മയുടെ സഹോദരനും കൂടെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. തുസ്രിഉൽ ഫതാത്തു ഇലാ ഉമ്മിഹ ഉമ്മ വരുന്നത് കണ്ടപ്പോൾ പെൺകുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അടുക്കലേക്ക് വതുആനികുഹ ബാഖിയതൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അൽ ഫതാത്ത് ഉമ്മ ഉമ്മ അൽ അസീസ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അഖ്തതു യാ ഉമ്മ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഉമ്മ സാമിഹിനി എനിക്ക് പുറത്തു തരൂ. മുതവജ്ജിഹത്തൻ ഇലാ ഖാലിഹ ശേഷം അമ്മാവനോട് പറയുകയാണ് സാമിഹിനി യാ ഖാലി അമ്മാവ എനിക്ക് പുറത്തു തരൂ. അല്ലും തളുമു ഇലൈഹ അൽ ഫതാത്ത ഉമ്മ പെൺകുട്ടിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു മാ അലൈക്ക് നിനക്കെന്താണ് ദഈ വിടൂ ഖല്ലി ഒഴിവാക്കൂ നഹ്മദുല്ലാ അല്ലാഹുവിന് സ്തുതി അതൊക്കെ വിട്ടേക്കൂ എന്ന് ഉമ്മ പറയുന്നു. അൽ മുസ്തഷാറ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അന ഫി ബാലിഗി സുറൂർ ഞാൻ അങ്ങേയറ്റം സന്തോഷത്തിലാണ്. അല്ലും ശുക്രൻ ജസീലൻ ഉമ്മയോടാണ് മുസ്തഷാറ പറഞ്ഞത്. ഉമ്മ പറഞ്ഞു ശുക്രൻ ജസീലൻ ഒരുപാട് നന്ദിയുണ്ട്. ഖല്ലസ്തും ഇബ്നതി മിൻ മുസീബത്തിൻ കുബ്ര നിങ്ങൾ എൻ്റെ മകളെ വലിയൊരു അപകടത്തിൽ നിന്നും വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അൽ മുസ്തഷാർ തഅഫ്വൻ ഹാദാ ബി തൗഫീഖില്ലാഹി വ ബി ദുആഇക്കും ഇത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ ദുആഇനാലുമാണ്. തഅലു മിൻ വറാഇ സിത്താരി ആയത്തൻ മിനൽ ഖുർആനിൽ കരീം അപ്പോൾ സ്റ്റേജിന് കർട്ടന് പിറകിൽ നിന്നും ഒരു ആയത്ത് ഓതി കേൾപ്പിക്കപ്പെടുന്നു. എന്താണ് ആയത്ത്? വവസ്സൈനൽ ഇൻസാന നാം മനുഷ്യനോട് ഉപദേശിച്ചിരിക്കുന്നു ബിവാലിദൈഹി ഇഹ്സാനൻ അവന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ. ഹമലത്തുഹു ഉമ്മുഹു അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു കുർഹൻ പ്രയാസപ്പെട്ടുകൊണ്ട് വവളഅതുഹു കുർഹൻ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അവനെ പ്രസവിക്കുകയും ചെയ്തു. ഹംലുഹു വഫിസാലുഹു 30 ശഹ്റൻ അവന്റെ ഗർഭകാലവും മുലകുടി സമയവും 30 മാസമാണ്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു അങ്ങനെ അവന്റെ പൂർണ്ണ ശക്തിയിൽ എത്തിയാൽ പൂർണ്ണ വളർച്ചയിലെത്തിയാൽ വബലഗ 40 സനതൻ 40 വയസ്സായാൽ ഖാല അവൻ പറയും റബ്ബി ഔസിഅനി റബ്ബേ എനിക്ക് മാർഗദർശനം തരൂ എന്നെ ഔസീനി എന്നെ പ്രേരിപ്പിക്കണമേ എനിക്ക് പ്രചോദനം നൽകണമേ അൻ അഷ്കുറ നിഅമതക നിന്റെ അനുഗ്രഹത്തിന് അല്ലത്തി അന്നംത നീ എനിക്ക് ചെയ്ത് അന്നംത അലയ്യ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകണമേ. വഅല വാലിദയ്യ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹത്തിൽ നന്ദി ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകണമേ. വഅൻ അഅമല സാലിഹൻ അതേപോലെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് പ്രചോദനം നൽകണമേ. ഏത് സൽക്കർമ്മം? തർലാഹു നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. വ അസ്ലിഹ് ലീ ഫീ ദുരിയത്തി എൻ്റെ മക്കളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരണമേ. അതായത് എനിക്ക് നല്ല മക്കളെ നീ തരണമേ എൻ്റെ സന്താനങ്ങൾ ദുരിയത്ത്. ഇന്നി തുബ്തു ഇലൈക ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണ്. ഇനി ഇതിലെ ആക്ടിവിറ്റീസ്. ഖറഅത മാ ഹദസ ലിൽ ഫതാത്തി ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് നീ വായിച്ചു. വത്തസൽത ബിഹ നീ അവളെ കോണ്ടാക്ട് ചെയ്തു. അബ്റൽ ഹാത്തിഫി ഫോണിലൂടെ. ലിമഅരിഫതി മാ തമ്മലഹ ബഅദു ശേഷം അവൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് അറിയാൻ വേണ്ടി. നുഹാവിലു അൻ നക്തുബ തിൽക്കൽ മുകാലമത ആ ടെലിഫോൺ കോള് എഴുതാൻ നമുക്ക് ശ്രമിക്കാം. അല്ലത്തി ജറത്ത് ബൈനക്കുമ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ നടന്ന ആ ടെലിഫോൺ കോളിൽ നമുക്ക് എഴുതാം. എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ആദ്യം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് അവളോട് പറയുകയാണ് അസ്സലാമു അലൈക്കും യാ ഉഖ്തി കൈഫ ഹാലുക്കില്ലാൻ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ അൽ ഫതാത്ത് പറയുന്നു വഅലൈക്കും അസ്സലാം അന ബിഖൈരിൻ വൽഹംദുലില്ലാ സുഖം തന്നെ. അഷ്ഉറു ബിറാഹത്തി ബഅദ ഔദതി ഇലാ ബൈതി വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം എനിക്ക് റാഹത്ത് സമാധാനം തോന്നുന്നുണ്ട്. അന ഹൽ സാമഹക്കി അബൂക്കി വ ഉമ്മുക്കി നിന്റെ ഉപ്പയും ഉമ്മയും നിന്നോട് ക്ഷമിച്ചോ? ഫതാത്ത് നാം അതെ. ലഖദ് ലമ്മത്നി ഉമ്മി ഇലൈഹ ഉമ്മ എന്നെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. വ അബി സഈദുൻ ജിദ്ദൻ ബിറുജൂഇ എൻ്റെ മടക്കത്തിൽ ഉപ്പ വളരെയധികം സന്തോഷവാനാണ്. അന മാദാ തഅല്ലമതി മിൻ ഹാദിഹി തജ്രിബത്തി ഈ അനുഭവത്തിൽ നിന്നും നീ എന്താണ് പഠിച്ചത്? ഫതാത്ത് തഅല്ലംതു ഞാൻ പഠിച്ചു അന്ന സആദതന നമ്മുടെ സന്തോഷം ലാ തകൂനു ഇല്ലാ ബിരിളൽ വാലിദൈനി മാതാപിതാക്കളുടെ സംതൃപ്തിയോടെയല്ലാതെ ഉണ്ടാവുകയില്ല. സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ സംതൃപ്തി വേണം എന്ന കാര്യമാണ് ഞാൻ ഇതിൽ നിന്നും പഠിച്ചത്. വ യജിബു അൻ നതജന്നബ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? അകറ്റണം.
അകറ്റി നിർത്തണം. അൽ അലാഖാത്തി ഗൈറ ഷറയത്തി, ഷറഈയായ ലീഗലായിട്ടുള്ളതല്ലാത്ത, അതായത് തെറ്റായ ബന്ധങ്ങളെ നമ്മൾ അകറ്റി നിർത്തുകയും വേണം എന്ന കാര്യവും ഞാൻ പഠിച്ചു. അന ഹൽ അൻതി മുസ്തഇദ്ദത്തുൻ ലിൽ മുസ്തഖ്ബൽ, നീ ഇപ്പോൾ ഭാവിയിലേക്ക് റെഡിയാണോ? ഭാവി ജീവിതത്തിന് തയ്യാറായോ? നഅം, അതെ. സഅബ്ദഉ ഹയാത്തൻ ജദീദത്തൻ ബിതൗഫീഖില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങും. അന ബാറക്കല്ലാഹു ഫീക, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മഅസ്സലാമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കോൾ അവസാനിപ്പിക്കാം. ഇനി നുഖീമു നദ്വത്തൻ ദിറാസിയത്തൻ ഹൗലൽ മൗളൂഇ, നമുക്കൊരു സെമിനാർ സംഘടിപ്പിക്കാം. ഹൗലൽ മൗളൂ, ഏത് വിഷയത്തിൽ? തതവ്വുറു തഖ്നിയത്തിൽ ഇഅ്ലാമിയ, മീഡിയ ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കണം ഉദ്ദേശം, സോഷ്യൽ മീഡിയയുടെ വളർച്ചയെക്കുറിച്ചും വ ആസാറുഹാ ഫിൽ മുജ്തമഅ, അവയ്ക്ക് സമൂഹത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും വളർന്നു വരുന്ന സോഷ്യൽ മീഡിയ സംസ്കാരത്തെക്കുറിച്ചുള്ളൊരു സെമിനാർ സംഘടിപ്പിക്കാം. ഈ പോയിന്റുകളൊക്കെ ആ സെമിനാറിൽ ഉൾപ്പെടുത്താം. അൽ ഇക്തിഷാഫാത്തുൽ ജദീദ, പുതിയ കണ്ടുപിടുത്തങ്ങൾ. സുഹൂലത്തു തനാവുലിൽ വസായിൽ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള എളുപ്പം, എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണല്ലേ. ലറൂരിയാത്തുഹ, അതിൻ്റെ ആവശ്യകതകൾ. ഫവായിദുൽ വസായിലിൽ ഇലാമിയ, അതിൻ്റെ ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ. ജവ്വാൽ, മൊബൈൽ ഫോൺ. ഹാസൂബ്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്. സുഹൂലത്തു ദിറാസത്തി വൽ ബഹ്സി, ഗവേഷണവും പഠനവും ഒക്കെ എളുപ്പമാകൽ. തൗഫീറുൽ വക്തി വൽ ജുഹ്ദി, സമയവും കഠിനാധ്വാനവും ചെലവഴിക്കൽ. അൽ ആസാറു സൽബിയ, നെഗറ്റീവ് വശങ്ങൾ. സൂഉൽ ഇസ്തിഖ്ദാമി, മിസ്യൂസ്, മോശമായ ഉപയോഗം. അൽ ഇസാബത്ത് ബിൽ ഇഷ്ആഇ, അതേപോലെ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അതിൻ്റെ റേഡിയേഷൻ നമുക്ക് ബാധിക്കൽ. തറദ്ദി അൽ അഖ്ലാഖി, സ്വഭാവം മോശമാകൽ. അൽ ഖിദാഅത്തുൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക്കലായിട്ടുള്ള വഞ്ചനകൾ. അൽ ഫൗല അൽ ജിൻസിയ, സെക്ഷലി ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ. അൽ ഗസ്വ സഖാഫി, സാംസ്കാരിക യുദ്ധങ്ങൾ. ഇളാഅത്തുൽ വക്തി, സമയം പാഴാക്കൽ. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഊന്നിക്കൊണ്ട് സെമിനാർ സംഘടിപ്പിക്കാം. അത് സംഘടിപ്പിക്കുക. ഇനി നുഅദ്ദു മുദക്കിറത്തൻ, നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. ഇസ്തിഹ്സാനിയത്തൻ, എന്ത് കുറിപ്പ്? മുദക്കിറത്തൻ ഇസ്തിഹ്സാനിയ മീൻസ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. ഹൗല തംസീലിയത്തി മുക്കാലമത്തുൻ ഫായിത്ത, മിസ്ഡ് ഗോൾ എന്ന ഈ നാടകത്തെക്കുറിച്ച്, നാടകം വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. അതായത് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത്. തുആലിജു ഹാദിഹിൽ മസ്റഹിയത്തു, ആദ്യം അതിലെന്താണ് പറയുന്നത് എന്നത് വളരെ ചുരുക്കിയിട്ട് ഒരു പാരഗ്രാഫിൽ പറയുക. തുആലിജു ഹാദിഹിൽ മസ്റഹിയത്തു, ഈ നാടകം കൈകാര്യം ചെയ്യുന്നു. ഖളിയത്തൻ ഇജ്തിമാഇയത്തൻ ഖതീറത്തൻ, അപകടകരമായ ഒരു സാമൂഹിക വിഷയം. തമസ്സു ഹയാത്ത ശബാബി ഫി അസ്രിനൽ ഹാദിർ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ യുവാക്കളുടെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ അപകടകരമായ ഒരു സാമൂഹികമായ ഒരു പ്രശ്നത്തെയാണ് ഈ നാടകം കൈകാര്യം ചെയ്യുന്നത്. തദൂറുൽ ഖിസ്സത്തു, ഈ കഥ നടക്കുന്നു. ഹൗല ഫതാത്തിൻ, ഒരു യുവതിയുടെ കാര്യത്തിൽ, ഒരു യുവതിയിലാണ് നടക്കുന്നത്. വഖാത്ത് ഫി ഷറക്കിൽ ഖിദാഇ അബ്റൽ ജവാൽ, മൊബൈൽ ഫോണിലൂടെയുള്ള ഒരു വഞ്ചനയിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. മിമ്മ അദ്ദാ ബിഹ ഇലാ തർക്കി മൻസിലിഹ വ അഹ്ലിഹ, ആ ഒരു വഞ്ചന അവളെ തന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും വീടിനെയും ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിച്ചു. സുമ്മ തുഖല്ലിസുഹ അശ്ശുർത്തത്തു വൽ മുസ്തശാർ, പിന്നെ അവളെ പോലീസും വൽ മുസ്തശാറ, കൗൺസിലറും കൂടെ രക്ഷപ്പെടുത്തുന്നു. അതാണ് കഥ. തുഅക്കിദു ഹാദിഹിൽ മസ്റഹിയത്തു, ഈ നാടകം അടിവരയിടുന്നു. അന്ന സആദത്തുൽ ഹഖീഖിയത, യഥാർത്ഥത്തിലുള്ള സന്തോഷം. ലാ തകൂനു ഇല്ലാ ബിറിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ സംതൃപ്തിയോടെയല്ലാതെ ഉണ്ടാവുകയില്ല. വതുഹദിറു, അതേപോലെ ഈ നാടകം മുന്നറിയിപ്പ് തരുന്നു. മിനൽ അലാഖാത്തി ഗൈരി ശറഇയ്യത്തി, ശർഈയായതല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഉണ്ടാകരുത് എന്ന ഒരു മുന്നറിയിപ്പും കൂടി ഇത് നൽകുന്നുണ്ട്. ഖാമ ശുർത്തിയു വൽ മുസ്തശാറത്തു, ഈ നാടകത്തിൽ പോലീസും കൗൺസിലറും കാമബിദൗരിൻ നബീലിൻ, ബുദ്ധിപരമായ ഒരു നിലപാട്, ബുദ്ധിപരമായ ഒരു എന്താ പറയുക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫി ഇഹ്തിലാനിൽ ഫതാത്തി, ഈ യുവതിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ. ബദലമിൻ, അല്ലെങ്കിൽ എന്താ പറയുക, ആ യുവതിയെ അംഗീകരിക്കുന്നതിൽ, അവളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ബദലമിന തൗബീഹി, അവളെ ശകാരിക്കുന്നതിന് പകരം കൂടെ നിർത്തുകയാണ് ചെയ്തത് അല്ലെ അവളെ. മിമ്മ ആദൈലേഹ അലമല, ഈ കാര്യം അവളിൽ പ്രതീക്ഷ തിരിച്ചു കൊണ്ടുവന്നു, അവൾക്ക് വീണ്ടും പ്രതീക്ഷയ്ക്ക് വക നൽകി. വക്കാന മഷ്ഹദു റുജൂഇൽ ഫതാത്തി, അതേപോലെ ഈ പെൺകുട്ടിയുടെ മടക്കം, ഇല ഉമ്മിഹ, ഉമ്മയിലേക്ക് ഉള്ള മടക്കവും, വനദമിഹ, അവളുടെ ആ ഖേദം ഒക്കെ
കാന മഷ്ഹദൻ, അതൊക്കെ നല്ല സീനുകളായിരുന്നു. മഷ്ഹദ് മീൻ സീൻ, അതൊക്കെ നല്ല രംഗമായിരുന്നു. എങ്ങനെയുള്ള രംഗമായിരുന്നു? യംലഉഹു അൽ ഹനാൻ വ തസാമുഹു, വളരെയധികം സ്നേഹവും അനുകമ്പയും വാത്സല്യവും ഒക്കെ തോന്നുന്ന വളരെ നല്ല മികച്ച സീനുകളായിരുന്നു. ഒരു നാടകം നമ്മൾ കണ്ടാൽ അതിനെ നിരൂപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആസ്വാദന കുറിപ്പാണ് എഴുതുന്നത്. അപ്പോൾ അതിലുള്ള രംഗങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതും ഡയലോഗുകൾ എങ്ങനെയായിരുന്നു ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. തമയ്യസൽ ഹിവാറു, അതേപോലെ അതിലുള്ള ഡയലോഗുകൾ സവിശേഷമാണ്. ബിസുഹൂലത്തി വൽ വുളൂഹി, വളരെ എളുപ്പമായ വാക്കുകളും അതേപോലെ വളരെ വ്യക്തമായതുമായിരുന്നു അതിലെ സംഭാഷണങ്ങളൊക്കെ. ഇന്ന ഹാദിഹിൽ മസ്രഹിയത്ത, ഈ നാടകം ലൈസത്ത് മുജറദ ഖിസ്സത്തിൻ, കേവലം ഒരു കഥ മാത്രമല്ല. ബൽഹിയ ദർസുൻ അമീഖുൻ, അത് അഗാധമായ ഒരു പാഠമാണ്. ഫിൽ അഖ്ലാഖി, സ്വഭാവത്തിലും, വൽ വഫാഇ ലിൽ ഉസ്രത്തി, കുടുംബത്തോടുള്ള കൂറിലും സ്വഭാവത്തിലുമൊക്കെ ഊന്നിയിട്ടുള്ള ഒരു അഗാധമായ ഒരു പാഠം കൂടിയാണ് ഈ നാടകം. അങ്ങനെ നമുക്കത് എഴുതാം. ഇനി നഖറു റസായില ഖസീറ, ഈ ഷോർട്ട് മെസ്സേജുകൾ വായിക്കാം. ബി അദ്നാഹു, താഴെയുള്ള. വനുതർജിമുഹ ഇലൽ ഇൻജിലീസി, എന്നിട്ട് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈദുൻ മുബാറക്കുൻ, ഈദ് മുബാറക്ക്, അത് ഈദ് മുബാറക്ക് എന്ന് തന്നെയാണ് ഇംഗ്ലീഷിലും പറയാറ്. അതമന്ന ലക്ക, ഐ വിഷ് യു വലി ഉസ്രത്തിക, ഐ വിഷ് യു ആൻഡ് യുവർ ഫാമിലി, ഞാൻ നിനക്കും നിന്റെ ഫാമിലിക്കും നേരുന്നു. അഹലത്ത് തഹാനി ബി മുനാസബത്തി ഓണം, ബെസ്റ്റ് വിഷസ് ഓൺ ദിസ് ഓണം, അങ്ങനെ പറയാം. ഈ ഓണത്തിന് ബെസ്റ്റ് വിഷസ് ഞാൻ നിനക്കും നിന്റെ കുടുംബത്തിന് നേരുന്നു. അൽ ഖിതാറു മുതഅഖിറുൻ, ട്രെയിന് ലേറ്റ് ആണ് അല്ലേ. അപ്പോൾ ദ ട്രെയിൻ ഈസ് ഡിലേഡ് എന്ന് പറഞ്ഞു. ദ ട്രെയിൻ ഈസ് ഡിലേഡ്, ട്രെയിന് വൈകിയിരിക്കുന്നു. ലാ യുംകിനുൽ വുസൂലു, ലാ അസ്തതിഉ ടു അറൈവ് ഫിൽ മൗഇദ് ഓൺ ടൈം, സമയത്ത് എത്താൻ എനിക്ക് കഴിയില്ല. ലാ യുംകിനു നീ അൽ വസൂല് എന്നാണ് വേണ്ടത്, എനിക്കെത്താൻ കഴിയില്ല. ഇനി ഞങ്ങൾക്കാണെങ്കിൽ ലാ യുംകിനുന അൽ വസൂല്, വി കാണ്ട്. ഓക്കെ, അപ്പോൾ ഐ കാണ്ട് റീച്ച് ഓൺ ടൈം. തമ്മ ഇൽഗാഉൽ ഇജ്തിമാ, ദ മീറ്റിംഗ് ഈസ് ക്യാൻസൽഡ്. ഇൽഗാ മീൻസ് ക്യാൻസൽ ചെയ്യുക. തമ്മ ഇൽഗാഉ അൽ ഇജ്തിമാ, ദ മീറ്റിംഗ് ഈസ് ക്യാൻസൽഡ്. സൗഫ അൽതഖി ബിക, ഐ വിൽ കോണ്ടാക്ട് യു, അല്ലെങ്കിൽ സൗഫ അൽതഖി ബിക, ഐ വിൽ മീറ്റ് യു എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ബന്ധപ്പെടും, ഞാൻ നിന്നെ കണ്ടുമുട്ടും. ഫിസാഅത്തിൽ ഖാമിസത്തി വന്നിസ്, ഓൺ 5:30 PM മസാൻ, 5:30 വൈകുന്നേരം 5:30 ഞാൻ നിന്നെ മീറ്റ് ചെയ്യും. അൽതഖി മീൻസ് മീറ്റ്. ഇനി ഇവിടെ തെറ്റും ശരിയുമായിട്ടുള്ള കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഹാദ എന്ന് ശരി എന്നുള്ള കോളത്തിലുള്ളതാണ് ശരിയായ രൂപം, തെറ്റ് എഴുതിയ കോളത്തിൽ തെറ്റാണ്, അത് എഴുതരുത്. ഹാദ ദാലിക ഹഉലായി ലാക്കിൻ ലാക്കിന്ന ഉലായിക അന ദാവൂദ്, ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിലുള്ളതുപോലെ. ഇനി നുലാഹിലു അൽ ഫിക്റത്തുലാത്തിയ, താഴെയുള്ള പാരഗ്രാഫ് വായിക്കാം. വനക്തശിഫു മിൻഹാ നഅത വൽ മൻഉത കമാ ഫിൽ മിസാൽ, എന്നിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ അതിൽ നിന്നും നഅത്തും മൻഉത്തും കണ്ടെത്താം. ഇവിടെ ഉദാഹരണം നോക്കൂ. വിലായത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള സ്റ്റേറ്റ്, ഭംഗിയുള്ള സംസ്ഥാനം, ഇതൊരു നഅത്തും മൻഉത്തുമാണ്. വിലായത്തുൻ എന്നത് മൻഉത്താണ്, ജമീലത്തുൻ എന്നത് നഅത്താണ്. ഒരു നഅത്ത് എന്ന് പറയുന്നത് ഏതൊരു വാക്കിന്റെ ശേഷവും നമുക്ക് നഅത്ത് വെക്കാൻ പറ്റും. നഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം വിശേഷണം എന്നാണ്. ഏതൊരു വാക്കിനെയും വിശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ശേഷം മറ്റൊരു വാക്ക് വെക്കാം. ഇവിടെ വിലായത്തുൻ സംസ്ഥാനം എന്ന വാക്കിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ജമീലത്തുൻ ഭംഗിയുള്ള എന്ന വാക്ക് വെച്ചത്. അപ്പോൾ ഭംഗിയുള്ള, വലിയ, ചെറിയ, നീളമുള്ള അങ്ങനെയുള്ള വാക്കുകളാണ് കൂടുതലായും നഅത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, നഅത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മൻഊത്തിന് എന്താണോ ഇറാബ് ഉള്ളത് അതേ ഇറാബ് ആയിരിക്കണം നഅത്തിനും. മൻഊത്ത് എങ്ങനെയാണുള്ളത് അതേപോലെ. മൻഊത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നഅത്തിന് അലിഫ്ലാം ചേർക്കണം. മൻഊത്ത് മുസന്നയാണെങ്കിൽ നഅത്ത് മുസന്നയാക്കണം. മൻഊത്ത് ജമ്മാണെങ്കിൽ നഅത്ത് ജമ്മാക്കണം. മൻഊത്ത് മുദക്കറാണെങ്കിൽ നഅത്തിനെ മുദക്കറാക്കണം. അങ്ങനെ. ഓക്കെ, ഇനി വായിച്ചു നോക്കാം. കേരള വിലായത്തുൻ ജമീലത്തുൻ, കേരളം ഒരു ഭംഗിയുള്ള സംസ്ഥാനമാണ്. വിലായത്തുൻ ജമീലത്തുൻ എന്നത് ഒരു നഅത്തും മൻഊത്തുമാണ്. ഫിഹ മനാളിറു തബീഇയത്തുൻ, അവിടെ പ്രകൃതിപരമായ കാഴ്ചകളുണ്ട്. മനാളിറു കാഴ്ചകൾ, തബീഇയത്തുൻ പ്രകൃതിപരമായ. അപ്പൊ ആ പ്രകൃതിപരമായ തബീഇയത്തുൻ എന്ന വാക്കിനകത്താണ്, മനാളിറു മൻഊത്താണ്. അപ്പൊ മനാളിറു എന്ന വാക്കിന്റെ ഇറാബ് റഫ് ആണ്, അതുകൊണ്ടാണ് ലമ്മ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ നഅത്തായി വന്ന തബീഅത്തുൻ എന്ന വാക്കിന്റെ ഇറാബും റഫ് ആകണം. അതുകൊണ്ട് തബീഅത്തുൻ എന്ന് പറഞ്ഞു. ജസാബത്തുൻ, പിന്നെ ജസാബത്തുൻ മീൻസ് ആകർഷകമായ, അതും നഅത്താണ്. അതായത് മനാളിറു എന്നുള്ളതിന്റെ രണ്ട് നഅത്തുണ്ട്. തബീഇയത്തുൻ എന്നൊരു നഅത്ത്, ജസാബത്തുൻ എന്നൊരു നഅത്ത്. ആകർഷകമായ പ്രകൃതിപരമായ കാഴ്ചകളുണ്ട്.
യസൂറുഹ അവിടെ സന്ദർശിക്കുന്നു, കേരളം സന്ദർശിക്കുന്നു. അസുയാഹു അൽ ഗർബിയൂന പാശ്ചാത്യരായ യാത്രക്കാർ, പാശ്ചാത്യരായ ടൂറിസ്റ്റുകൾ. സുയാഹ് മീൻസ് ടൂറിസ്റ്റ്സ്. അൽ ഗർബിയൂന പാശ്ചാത്യരായ, വെസ്റ്റേൺ. അപ്പൊ അസുയാഹു എന്നത് മൻഊത്താണ്, അതിന്റെ നഅത്താണ് അൽ ഗർബിയൂന പാശ്ചാത്യരായ, അതും നഅത്താണ്. ഓക്കെ, അസുയാഹു എന്നതിന്റെ ഇറാബ് റഫ് ആണ്. അപ്പൊ അൽ ഗർബിയൂന എന്നതിന്റെ ഇറാബും റഫ് ആണ്. പിന്നെ ഷർഖിയൂന അതും ഒരു നഅത്താണ് അല്ലെ, ഷർഖിയൂന. നറാഫിഹ നമുക്കവിടെ കാണാം അൻഹാറൻ അദീദത്തൻ ധാരാളം പുഴകൾ, അൻഹാറൻ പുഴകൾ, അദീദത്തൻ ധാരാളം, അതും നഅത്താണ്. അദീദത്തൻ നഅത്താണ്, അൻഹാർ മൻഊത്ത്. വജിബാലൻ ആലിയത്തൻ ഉയർന്ന പർവ്വതങ്ങൾ, ജിബാലൻ മൻഊത്താണ്, ആലിയത്തൻ നഅത്താണ്. വ മസാരിഅ കസീറത്തൻ ധാരാളം കൃഷിയിടങ്ങൾ, മസാരിഅ മൻഊത്താണ്, കസീറത്ത് നഅത്ത്. അത്തജവ്വുലു ഫി മനാതിഖിഹ അൽ ഖല്ലാബത്തി അതിന്റെ ആകർഷകമായ പ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങൽ, മനാതിഖ് എന്നത് മൻഊത്താണ്, ഖല്ലാബത്ത് നഅത്താണ്. ഓക്കെ, തജ്രിബത്തുൻ മുമത്തിഅത്തുൻ ആസ്വാദ്യകരമായ കാര്യമാണ്, അനുഭവമാണ്. തജ്രിബത്തുൻ മൻഊത്താണ്, മുമത്തിഅത്തുൻ നഅത്താണ്. അത് എഴുതുക. അന്നഅത്തു, ഇനി നഅത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, അന്നഅത്തു ഇസ്മുൻ നഅത്തൊരു ഇസ്മാണ്, യദുല്ലു അലാ സിഫത്തിൻ ഒരു വിശേഷണത്തെ അറിയിക്കുന്ന ഇസ്മാണ്, ഫിസ്മിൻ ഖബലഹു മുമ്പുള്ള ഇസ്മിനെ കുറിച്ചുള്ള ഒരു വിശേഷണത്തെ അറിയിക്കുന്ന ഇസ്മാണ്. വയുസമ്മൽ ഇസ്മു അൽ മൗസൂഫ് മൻഊത്തൻ ആ വിശേഷിപ്പിക്കപ്പെടുന്ന പദം, അതായത് ആദ്യത്തെ പദം മൻഊത്ത് എന്ന് അറിയപ്പെടുന്നു. യത്തബിഉ നഅത്തു അൽ മൻഊത്ത ഫി ജമീഇ അഹ്വാലിഹി മൻഊത്തിന്റെ എല്ലാ അവസ്ഥയിലും നഅത്ത് മൻഊത്തിനെ പിന്തുടരുന്നു. അതായത് ഹാദാ വലദുൻ സാലിഹൻ, സാലിഹ് ഇത് നല്ല കുട്ടിയാണ്. സുമയ്യ ബിന്ദുൻ സാലിഹത്തുൻ സുമയ്യ നല്ല പെൺകുട്ടിയാണ്. ഹാദാനി വലദാനി സാലിഹാനി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ, മന്നൂത്ത് മുഫ്രദാണെങ്കിൽ നഅത്ത് മുഫ്രദായിരിക്കണം, മന്നൂത്ത് മുദക്കറാണെങ്കിൽ നഅത്ത് മുദക്കറായിരിക്കണം, മന്നൂത്ത് മുഅന്നസ് ആണെങ്കിൽ നഅത്തും മുഅന്നസ് ആയിരിക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും മന്നൂത്ത് ജമ്മാണെങ്കിൽ നഅത്തും ജമ്മ്, മന്നൂത്ത് മുസന്നയാണ് നഅത്തും മുസന്ന. ഓക്കെ.